Hi dear students, welcome to SRJ online classes. Improvement ക്ലാസ്സിലെ നമ്മൾ റിവിഷൻ ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ നെക്സ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്കൽ റീസണിങ്. വളരെ സിമ്പിളായിട്ട് ഏത് പൊട്ടനും 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അതിൽ സ്ഥിരമായിട്ട് 3 ടൈപ്പ് അല്ലെങ്കിൽ 4 കണ്ടൻറ്റ് നിങ്ങൾ പഠിച്ചാൽ മതി, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുള്ളൂ. ഉറപ്പാണ്. ഈ ശരണം കുറച്ച് പൊട്ടന്മാരെ എന്തായാലും കുറച്ച് മാർക്ക് കൊടുത്ത് പാസ്സാക്കണമല്ലോ, അതിലുള്ളൊരു ചാപ്റ്ററാണ് ഈ മാത്തമാറ്റിക്കൽ റീസണിങ്. അതിൽ അറിയേണ്ടത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അതിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഡിനോട്ട് ചെയ്യുക പി ക്യൂ ഇങ്ങനത്തെ സിമ്പിൾ കൊണ്ടാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉദ്ദേശം എന്താണ്? ഏതെങ്കിലും സെൻറ്റൻസ് ട്രൂവോ അല്ലെങ്കിൽ ഫാൾസോ ആണെങ്കിൽ അവർ പറയുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ട്രൂമല്ല ഫാൾസുമല്ല എങ്കിൽ അത് സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഫോർ എക്സാമ്പിൾ 2 + 3 = 5 ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, കാരണം അത് ട്രൂ ആണ്. ഇനി 2 + 3 = 10 അതും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് ഫാൾസ് ആണെങ്കിലും അത് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇത് ട്രൂ ആണെങ്കിലും സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫാൾസോ ട്രൂ ആണെന്ന് പറയാൻ കഴിയാത്തതാണ് ഓപ്പൺ ദ ഡോർ, അതൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. അതുപോലെ ടുഡേ ഈസ് ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ ചില ദിവസം ട്രൂ ആവാം, ചിലപ്പോൾ അത് ട്രൂ ആവാതിരിക്കാം, അന്നത്തെ ദിവസത്തെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് അത് സ്റ്റേറ്റ്മെൻ്റ് അല്ല. സ്റ്റേറ്റ്മെൻ്റ് ആവണമെങ്കിൽ ഒന്നുകിൽ ട്രൂ ആവണം അല്ലെങ്കിൽ ഫാൾസ് ആവണം. അപ്പോൾ അതിൽ സ്റ്റേറ്റ്മെൻറ്റ് ഡിനോട്ട് ചെയ്യുന്ന പിയും ക്യൂമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്റ്റേറ്റ്മെൻറ്റിന് നെഗേഷൻ എഴുതാണ്. നെഗേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പി ആണെങ്കിൽ അതിന് നെഗേഷൻ ഡിനോട്ട് ഇങ്ങനെയാണ്, നോട്ട് പി എന്ന വായിക്കാം. നെഗേഷൻ പി ആണ് നോട്ട് പി. അത് നെഗറ്റീവ് മീനിങ് വരുത്താം, അത്രേ ഉള്ളൂ. നെഗറ്റീവ് മീനിങ് വരുത്താം, വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. നെഗറ്റീവ് മീനിങ് വരുത്താണ് വേണ്ടത്. ഇപ്പോൾ നോക്കൂ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇത് പി എന്ന സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. നെഗേഷൻ എഴുതാൻ പോവാണ്. പി എന്ന സ്റ്റേറ്റ്മെൻറ്റ് എവരി ഇക്വിലേറ്റർ ട്രയാങ്കിൾ ഈസ് ഐസോസ്ലെസ്. എല്ലാ ഇക്വിലേറ്റർ ട്രയാങ്കിൾ ഐസോസ്ലെസ് ആണ്. അതിന് നെഗേഷൻ എഴുതുമ്പോൾ എവരി ഇക്വിലേറ്റർ ട്രയാങ്കിൾ ഈസ് നോട്ട് ഐസോസ്ലെസ്. എല്ലാ ഇക്വിലേറ്റർ ട്രയാങ്കിളും ഐസോസ്ലെസ് ആവണമെന്നില്ല. അതായത് അതിൻ്റെ മീനിങ് ഓപ്പോസിറ്റ് ആവുന്ന രൂപത്തിൽ എവിടെയെങ്കിലും കറക്റ്റ് നോട്ട് ചേർത്താൽ മതി. ടെക്സ്റ്റ് പറയും ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ്, അങ്ങനെയും തുടങ്ങാം, അതിനാവശ്യമൊന്നുമില്ല. മീനിങ് ഓപ്പോസിറ്റ് ആവുന്ന രൂപത്തിൽ നെഗറ്റീവ് മീനിങ് വരുത്തിയാൽ മതി. ഇപ്പോൾ നോക്കൂ, √2 ഈസ് ഇറാഷണൽ നമ്പർ. ഇത് പി ആണെങ്കിൽ അതിന് നെഗേഷൻ വരിക √2 ഈസ് നോട്ട് ഇറാഷണൽ അല്ലെങ്കിൽ റാഷണൽ ഏതാ. അതുപോലെ ഇപ്പോൾ നോക്കും മറ്റൊരു എക്സാമ്പിൾ, √2 ഈസ് നോട്ട് കോംപ്ലക്സ് നമ്പർ. ഇതാണ് സ്റ്റേറ്റ്മെൻ്റ് എങ്കിൽ അതിൻ്റെ നെഗേഷൻ എഴുതുമ്പോൾ √2 ഈസ് കോംപ്ലക്സ് നമ്പർ എന്ന് എഴുതിയാൽ മതി. അല്ലാതെ √2 ഈസ് നോട്ട് കോംപ്ലക്സ് നമ്പർ എഴുതണ്ട. നോട്ട് വന്നാൽ നോട്ട് ഒഴിവാക്കുക. നോട്ടില്ലെങ്കിൽ അതിൻ്റെ മീനിങ് ഓപ്പോസിറ്റ് ആവുന്ന രൂപത്തിൽ നോട്ട് എവിടെയെങ്കിലും ചേർക്കാം. അതാണ് നെഗേഷൻ. ഒരു സെൻറ്റൻസ് എന്നിട്ട് 1 മാർക്കിനൊക്കെ നെഗേഷൻ ചോദിക്കാം. അപ്പോൾ അതിന് കറക്റ്റ് മീനിങ് വരുന്നിടത്ത് നോട്ട് ചേർത്താൽ മതി. ഓക്കെ. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ് നെഗേഷന് പുറമെ കോൺവേഴ്സും കോൺട്രാപോസിറ്റീവും. കോൺവേഴ്സ് ഉദ്ദേശിച്ചത് തല തിരിച്ചെഴുതുക. അതായത് നിങ്ങൾക്ക് കോൺവേഴ്സ് ആണെങ്കിലും കോൺട്രാപോസിറ്റീവ് ആണെങ്കിലും ഈഫ് പി ദെൻ ക്യൂ എന്ന സ്റ്റേറ്റ്മെൻറ്റുകളായിരിക്കണം. പി ക്യൂ എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഈഫും ദെന്നും ഉപയോഗിച്ച് എഴുതിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് നിങ്ങൾ മാറ്റിയിട്ടുണ്ടാവണം. ഈഫ് പി ദെൻ ക്യൂ എന്ന രൂപത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ കോൺവേഴ്സും കോൺട്രാപോസിറ്റീവ് എഴുതാൻ കഴിയുള്ളൂ. അങ്ങനെ എഴുതുമ്പോൾ ഇതിൻ്റെ കോൺവേഴ്സ് ഏതാണ്? തല തിരിച്ചെഴുതാം. ഈഫ് ക്യൂ ദെൻ പി. അതായത് if 36 is multiple of 9, then it is multiple of 3. ഇതാണ് ഒരു സ്റ്റേറ്റ്മെൻ്റ് എങ്കിൽ ഇതിൻ്റെ കോൺവേഴ്സ് എഴുതുമ്പോൾ, ഡിനോട്ട് സിമ്പിൾ ഒന്നുമില്ല, കോൺവേഴ്സ് എഴുതുമ്പോൾ if 36 is multiple of 3, then it is multiple of 9. അപ്പോൾ അത് തിരിച്ചെഴുതിയാൽ മതി. ക്യൂ അത് ഈഫ് പി ദെൻ ക്യൂന് കോൺവേഴ്സ് ഈഫ് ക്യൂ ദെൻ പി. രണ്ടാമത് ആദ്യം എഴുതാം, ഒന്നാമത് രണ്ടാമത് എഴുതാം. കോൺവേഴ്സ് ഈഫ് പി ദെൻ ക്യൂ. അതുപോലെ തന്നെ ഈഫ് എ ട്രയാങ്കിൾ ഈസ് ഇക്വിലേറ്ററൽ ദെൻ ഇറ്റ് ഈസ് ഐസോസ്ലെസ്. അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നല്ല, ട്രൂ ഓ ഫാൾസ് എന്താവട്ടെ, അതിന്
സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ കോൺവേഴ്സ് എഴുതുമ്പോൾ ഇവിടെ എങ്ങനെ കോൺവേഴ്സ് എഴുതും? ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇതാണ് സെക്കൻഡ്. അപ്പോൾ ആദ്യം സെക്കൻഡിൽ തുടങ്ങണം. കോൺവേഴ്സ് എഴുതുമ്പോൾ ഈഫ് എ ട്രയാങ്കിൾ ഈസ് ഐസോസ്ലെസ്, if a triangle is isosceles, then it is equilateral. Then it is equilateral. അത് തിരിച്ചെഴുതിയാൽ മതി, അതാണ് കോൺവേഴ്സ്. ദെൻ ഇനി അതിൻ്റെ കോൺട്രാപോസിറ്റ് എഴുതുമ്പോഴോ, കോൺട്രാപോസിറ്റ് എഴുതുമ്പോൾ ഇതുപോലെ തന്നെ കോൺട്രാപോസിറ്റ് എഴുതുമ്പോൾ ഇഫ് പി ദെൻ ക്യൂ. കോൺട്രാപോസിറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് മീനിങ്ങുമാണ്, അതായത് തല തിരിച്ചും എഴുതണം. ഇതിൻ്റെ കോൺട്രാ പോസിറ്റീവോ, സീൻ കോൺട്രാ, സീൻ കോൺട്രാ, കോൺട്രാ പോസിറ്റീവോ. ഈഫ് നോട്ട് ക്യൂ ദെൻ നോട്ട് പി. അതായത് ഏത് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഈ പി ദെൻ ക്യൂ എന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോൺട്രാപോസിറ്റ് എഴുതുമ്പോൾ തിരിക്കും വേണം, നോട്ട് രണ്ടിടത്തും ചേർക്കും വേണം. തിരിക്കുന്നതാണ് കോൺവേഴ്സ്, അതിന് എഗെയിൻ നോട്ട് ചേർക്കുന്നതാണ് കോൺട്രാപോസിറ്റീവ്. ഈഫ് നോട്ട് ക്യൂ ദെൻ നോട്ട് പി. നോട്ട് ഇല്ലാതെ എഴുതുന്ന കോൺവേഴ്സ്, നോട്ട് ചേർത്തിയാൽ കോൺട്രാപോസിറ്റീവാണ്. അപ്പോൾ നോക്കണേ, ഇതിൻ്റെ കോൺട്രാപോസിറ്റീവും ഈഫ് 36 മൾട്ടിപ്പിൾ ഓഫ് 9 ദെൻ ഇറ്റ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3. ഇതിൻ്റെ കോൺട്രാപോസിറ്റീവ് ഈഫ് 36 is not multiple of 3, then it is not multiple of 9. അതുപോലെ മറ്റൊരു എക്സാം നോക്കാം. ഈ എക്സാമ്പിൾ ഇഫ് എ ട്രയാങ്കിൾ ഈസ് ഇക്വിലേറ്ററൽ ദെൻ ഇറ്റ് ഈസ് ഐസോസ്ലെസ്. ഇതിൻ്റെ കോൺട്രാപോസിറ്റ് വരും ഇഫ് എ ട്രയാങ്കിൾ ഈസ് നോട്ട് ഐസോസ്ലെസ് ദെൻ ഇറ്റ് ഈസ് നോട്ട് ഇക്വിലേറ്ററൽ. അതുപോലെ ഇഫ് എ നമ്പർ n ഈസ് even then n square ഈസ് even. അതിൻ്റെ കോൺട്രാപോസിറ്റ് വരും ഇഫ് n സ്ക്വയർ ഈസ് നോട്ട് ഈവൺ ദെൻ n ഈസ് നോട്ട് ഈവൺ. കോൺവേഴ്സ് ഏതാണെങ്കിലോ ഇഫ് n സ്ക്വയർ ഈസ് ഈവൺ ദെൻ n ഈസ് ഈവൺ. അതാണ് കോൺവേഴ്സും കോൺട്രാപോസിറ്റീവും. അതാണ് പിന്നെ അതിൽ പ്രധാനമായിട്ട് അറിയേണ്ടത്. പിന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് ഷുഗർ ക്വസ്റ്റനായിട്ട് 3 മാർക്കിന് ഉറപ്പിക്കാൻ പറ്റുന്നതാണ് മറ്റൊരു ഭാഗം കോൺട്രഡിക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച്. ക്വസ്റ്റൻ നോക്കൂ. യെസ്, യൂസിങ് കോൺട്രഡിക്ഷൻ മെത്തേഡ് റൂട്ട് 2 ഈസ് ഇറാഷണൽ. ഉറപ്പാണ് ഷുഗർ ക്വസ്റ്റൻ ആണ്. റൂട്ട് 2 വെച്ചപ്പോൾ റൂട്ട് 3 ആവാം, റൂട്ട് 5 ആവാം, റൂട്ട് 7 ആവാം, ഏത് പ്രൈം നമ്പറും ആവാം, റൂട്ട് 11 ആവാം. അത് ഏത് വന്നാലും ഒരേ മെത്തേഡ് തന്നെയാണ്. ഇത്രയുള്ള സംഭവം. അപ്പോൾ ആദ്യം നിങ്ങൾ ഇത് കോൺട്രഡിക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറയുമ്പോൾ അസ്യൂം ദാറ്റ് റൂട്ട് 2 ഈസ് റാഷണൽ. റൂട്ട് 2 റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്യാം, ഓപ്പോസിറ്റ് ആണ് അസ്യൂം ചെയ്യാം. അപ്പോൾ റാഷണൽ ആകുമ്പോൾ റൂട്ട് 2ൻ്റെ ഫോം a/b എന്ന രൂപത്തിൽ എഴുതാം. എന്താ റാഷണൽ നമ്പറിൻ്റെ ഫോം? റാഷണൽ നമ്പറിൻ്റെ ഫോം a/b എന്ന രൂപത്തിൽ എഴുതണമെങ്കിൽ a and b have no common factor except 1. രണ്ടിനും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒന്നൊഴികെ മറ്റൊരു കോമൺ ഫാക്ടർ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ മറ്റൊരു കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ അത് റാഷണൽ നമ്പർ അല്ല, റാഷണൽ നമ്പറിൻ്റെ സിമ്പിൾ ഫോമിലല്ല. എക്കും ബിക്കും ഒന്നൊഴികെ ഒരൊറ്റ കോമൺ ഫാക്ടർ, ഒന്നൊഴികെ വേറെ കോമൺ ഫാക്ടർ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ കോൺസെപ്റ്റ് വെച്ചിട്ട് റൂട്ട് 2 റാഷണൽ വിചാരിക്കുകയാണ്. അപ്പോൾ എക്കും ബിക്കും കോമൺ ഫാക്ടർ ഒന്നില്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ചെയ്ത് വരുമ്പോൾ എയും ബിയും വേറെ വേറെ കാണാം. എ എന്താണെന്ന് കാണാം, ബി എന്താണെന്ന് കാണാം. ഇതിൽ കോമൺ ഫാക്ടർ ഉണ്ടോ നോക്കാം. അപ്പോൾ റൂട്ട് 2 ആണ്. അപ്പോൾ എയും ബിയും കാണാൻ വേണ്ടി നമുക്ക് റൂട്ട് ഒഴിവാക്കാൻ വേണ്ടി സ്ക്വയർ ചെയ്യാം. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ് പറഞ്ഞാൽ എ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ റൂട്ട് 2 എന്നതിൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 2. അപ്പോൾ എ സ്ക്വയർ ഈക്വൽ 2b സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ എന്തായി? മൾട്ടിപ്പിൾ ഓഫ് 2 എന്നായി അല്ലേ, 2യുടെ മൾട്ടിപ്പിൾ. അപ്പോൾ എ സ്ക്വയർ മൾട്ടിപ്പിൾ ഓഫ് 2 ആണെങ്കിൽ എയും മൾട്ടിപ്പിൾ ഓഫ് 2 ആവില്ലേ? കാരണം ഈ നമ്പറിൻ്റെ സ്ക്വയർ മൾട്ടിപ്പിൾ ഓഫ് 2 എടുത്ത് നോക്കൂ, ആ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 2 ആയിരിക്കും. അപ്പം ലെറ്റ് എ കിട്ടി, അല്ലെ എന് ലെറ്റ് എക്ക് 2k എന്ന് കൊടുക്കാം. 2k എന്ന് കൊടുത്തു. അത് 2k എന്നത് ഈ എ സ്ക്വയറും ബി സ്ക്വയറും തമ്മിൽ റിലേഷൻ ഉണ്ടല്ലോ, അതിൽ കൊടുത്താൽ 2k എന്നത് ഈ ഇക്വേഷൻ നമ്പർ 1 കൊടുത്താൽ, കാരണം ബി കാണാൻ വേണ്ടിയിട്ടാണ്. എ കിട്ടി. അപ്പോൾ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2k ഓൾ സ്ക്വയർ ഈക്വൽ ടു 2b സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4k സ്ക്വയർ ഈക്വൽ 2b സ്ക്വയർ. അപ്പോൾ 2 വെട്ടിക്കളഞ്ഞാൽ ബി സ്ക്വയർ ഈക്വൽ ടു 2k സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ ഈസ് മൾട്ടിപ്പിൾ ഓഫ് 2. ബി സ്ക്വയർ മൾട്ടിപ്പിൾ ഓഫ് 2 ആണെങ്കിൽ ബിയും മൾട്ടിപ്പിൾ ഓഫ് 2 ആയിരിക്കും. ബി മൾട്ടിപ്പിൾ ഓഫ് 2 ആയിരിക്കും. അപ്പോൾ എന്ത് കിട്ടി? എ മൾട്ടിപ്പിൾ ഓഫ് 2, ബി മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് പറഞ്ഞാൽ എ ആൻഡ് ബി ഹാവ് കോമൺ ഫാക്ടർ
കോമൺ ഫാക്ടർ 2. എക്കും ബിക്കും മൾട്ടിപ്പിൾ ഓഫ് 2 ആണെങ്കിൽ അത് കോമൺ ഫാക്ടർ 2 വരില്ലേ? 2 കോമൺ ഫാക്ടർ വന്നു. നമ്മൾ അസംഷൻ എന്തായിരുന്നു? എക്കും ബിക്കും കോമൺ ഫാക്ടർ ഒന്നും എഴുതുകയില്ല റാഷണൽ ആണെങ്കിൽ. അപ്പോൾ നമ്മൾ അസംഷൻ റോങ് ആണ്. അവർ അസംഷൻ ഈസ് റോങ്. അവർ അസംഷൻ ഈസ് റോങ് എന്ന് പറഞ്ഞാൽ റൂട്ട് 2 റാഷണൽ ആണ് എന്ന അസംഷൻ റോങ് ആണ്. ദാറ്റ് ഈസ് റൂട്ട് 2 ഈസ് ഇറാഷണൽ. അപ്പോൾ ഇത് എല്ലാ ക്വസ്റ്റ്യൻ വരുമ്പോഴും റൂട്ട് 2 റൂട്ട് 3 വന്നാലും മൾട്ടിപ്പിൾ ഓഫ് 2 ഉള്ളത് മൾട്ടിപ്പിൾ ഓഫ് 3 ആവും. റൂട്ട് 5 ആണ് മൾട്ടിപ്പിൾ ഓഫ് 5 ആവും. റൂട്ട് 7 ആണ് മൾട്ടിപ്പിൾ ഓഫ് 7 ആവും. അപ്പോൾ ഇത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും. ഒരൊറ്റ എഴുതിക്കൊണ്ടായാലും ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്പർ മാറ്റി കൊടുത്താൽ മതി. വളരെ സിമ്പിളാണ്. ഇത് ഉറപ്പാണ്. ഷുവർ ക്വസ്റ്റ്യൻ ആണ് റീസണിങ്ങിൽ. പിന്നെ നെഗേഷനും പിന്നെ കോൺവേഴ്സും കോൺട്രാപോസിറ്റീവുമാണ് വരാൻ ചാൻസ് ഉള്ള ഭാഗം. മനസ്സിലായോ? പിന്നെ അതിൽ റയറായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അതും കൂടി ചെയ്തില്ല ചാപ്റ്റർ ഫിനിഷ്. If x and y are ordered, then xy is order. ഇത് പ്രൂവ് ചെയ്യണം യൂസിങ് ഡയറക്റ്റ് മെത്തേഡ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒരു മാറ്റം വരുന്ന ക്വസ്റ്റൻ ആയതുകൊണ്ട് ചെയ്യാണ്. ഇഫ് എക്സും വൈയും ഓഡ് ആണെങ്കിൽ എക്സ് വൈ ഈസ് ഓഡ് എന്നത് ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ് ആണ് ഈഫ് ദെൻ ആണ് ഇവിടെ ഉള്ളത്. അത് ഈഫ് പി ദെൻ ക്യൂ എന്ന രൂപത്തിലാണ്. പി എന്ന് പറഞ്ഞാൽ എക്സ് ആൻഡ് വൈ ആർ ഓഡ് എന്നതാണല്ലോ പി. ക്യൂ എന്ന് പറഞ്ഞാൽ എക്സ് വൈ ഈസ് ഓഡ്. അപ്പോൾ ഇത് രണ്ട് ഈഫ് പി ദെൻ ക്യൂ എന്ന അതേ ഓർഡറിൽ പ്രൂവ് ചെയ്ത് കൊടുക്കാം. പി ശരിയാണെങ്കിൽ ക്യൂവും ശരിയാണ് എന്നർത്ഥം. അങ്ങനെ ശരിയാണെന്ന് തെളിയിച്ചു കൊടുത്താൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അപ്പോൾ ആദ്യം അസ്യൂം ദാറ്റ് പി ഈസ് ട്രൂ. അസ്യൂം പി ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. അത് ഈഫ് അങ്ങനെ ആണെങ്കിൽ ഈഫ് പി ആണെങ്കിൽ ക്യൂ ആണെന്നാണല്ലോ. അപ്പോൾ പി ശരിയാണെന്ന് വിചാരിച്ചിട്ട് ക്യൂവും ശരിയാണെന്ന് തെളിയിക്കാൻ കഴിയണം. അപ്പോൾ പി ട്രൂ ആണെങ്കിൽ പി എന്ന് പറഞ്ഞാൽ എക്സ് ആൻഡ് വൈ ആർ ഓർഡർ. എക്സ് ആൻഡ് വൈ ആർ ഓർഡർ. എക്സ് ആൻഡ് വൈ ആർ ഓർഡർ പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു ഒരു നമ്പർ 2m+1 എടുത്തു. y ഈക്വൽ 2n+1 എടുത്തു. ഇത് രണ്ട് ഇങ്ങനെ എടുക്കാൻ കാണുന്നത് ഓഡ് നമ്പർ അല്ലേ? 2m ഉം 2n എപ്പോഴും ഈവൺ ആണ്. 2യുടെ മൾട്ടിപ്പിൾ 1 ആഡ് ചെയ്യുമ്പോൾ ഓഡായി. അപ്പോൾ എക്സും വൈയും ഓഡായി. അങ്ങനെയാണെങ്കിൽ ഇത് ഓഡ് നമ്പറാണ്. എക്സ് ഓഡാണ്, വൈ ഓഡാണ്. നമുക്ക് വേണ്ടത് അവരുടെ പ്രൊഡക്റ്റ് എക്സ് വൈ ഓഡാണെന്ന് തെളിയിക്കണം. വി ഹാവ് ടു ഷോ, we have to prove q is true. q true ആണെന്ന് തെളിയിക്കണം എന്ന് പറഞ്ഞാൽ എക്സ് വൈ ഈ ഓടാണെന്ന് തെളിയിക്കണം. എക്സ് ഇൻറ്റു വൈ ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ 2m+1 ഇൻറ്റു 2n+1 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2m ഇൻറ്റു 2n 4mn 2m ഇൻറ്റു 1 പ്ലസ് 2m 2n ഇൻറ്റു 1 പ്ലസ് 2n പ്ലസ് 1. ഇപ്പോൾ 4mn ഈവൺ ആണ്, 2m ഈവൺ ആണ്, 2n ഈവൺ അടക്കം 2യുടെ മൾട്ടിപ്പിൾ ഉണ്ടല്ലോ പ്ലസ്. അപ്പോൾ ഈവൺ പ്ലസ് 1. ഈവൺ പ്ലസ് 1 എന്താ? ഓഡ്. അതുകൊണ്ട് എക്സ് വൈ ഈസ് ഓഡ്. ക്യൂ ഈസ് ട്രൂ. പി ട്രൂ ആണെങ്കിൽ ക്യൂ ട്രൂ ആയി. അതുകൊണ്ട് ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. അത്രയുമാണ് നിങ്ങൾ മാത്തമാറ്റിക്സ് റീസണിങ്ങിൽ അറിയേണ്ടതായിട്ടുള്ളൂ. ഇത്രയും പഠിച്ചാൽ അതിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. മാത്തമാറ്റിക്സ് റീസണിങ്ങിൽ അത് വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. അത് നോക്കാതെ പോകരുത്. അത് പാസ്സാവാനുള്ളവർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് 4-5 മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, എത്രയുമാണ് ചാപ്റ്ററിലുള്ളത്. ഓക്കെ, താങ്ക് യു.